ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടത്തിലെ അവസാന ബന്ദി കൈമാറ്റം പൂർത്തിയായി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടത്തിലെ അവസാന ബന്ദി കൈമാറ്റം പൂർത്തിയായി. നിലവിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 4 ബന്ദികളുടെ മൃതദേഹം കൂടി റെഡ് ക്രോസിന് ഹമാസ് കൈമാറി. ഇസ്രയേൽ ഉടൻ തന്നെ 100 കണക്കിന് പലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യും. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിലെ അവസാന ബന്ദി കൈമാറ്റമാണിത്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് 33 ഇസ്രയേലി ബന്ദികളെയും ഇസ്രയേൽ 1900 പലസ്തീൻ തടവുകാരെയുമാണ് മോചിപ്പിച്ചത്. റെഡ് ക്രോസിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം DNA ടെസ്റ്റുകൾ നടത്തുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. അതേസമയം ഇസ്രയേൽ മോചിപ്പിച്ച തടവുകാർ വെസ്റ്റ് ബാങ്കിലെത്തിയപ്പോൾ അവർക്ക് അതിവൈകാരികമായ സ്വീകരണമാണ് ലഭിച്ചത്. റാമല്ല കൾച്ചറൽ പാലസിലെ ചെക്ക് പോയിന്റിൽ പലസ്തീനികളുമായി ബസ് എത്തിയപ്പോൾ തന്നെ 100 കണക്കിന് ആളുകളാണ് ബസ്സിനെ വരവേൽക്കാൻ തടിച്ചുകൂടിയത്. മോചിതരായവരെ തോളിലേറ്റിയാണ് പലസ്തീനികൾ ബസ്സിൽ നിന്നും പുറത്തിറക്കിയത്. അതേസമയം ബന്ദികളോട് ഹമാസ് മോശമായാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ച 600-ലേറെ തടവുകാരുടെ മോചനം ഇസ്രയേൽ വൈകിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് വെടിനിർത്തൽ കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഇങ്ങനെയാണെങ്കിൽ രണ്ടാം ഘട്ട ചർച്ചകൾ സാധ്യമാകില്ലെന്നും ഹമാസ് അറിയിച്ചിരുന്നു.